അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. എല്ലാ റീകാസ്റ്റ് മീഡിയ പ്രേക്ഷകർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ. നമ്മൾ ഇസ്ബക്ക റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ ആഘോഷത്തിന്റെ വേളയിലാണ്. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തകളെ വളരെ ചെറുതാക്കി അവതരിപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആദ്യം ആശംസ തന്നെ തുടങ്ങാം. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും, നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ. ആ സ്വീകാര്യതയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഒരു മാസക്കാലം ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. രാത്രിയെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കാൻ സാധ്യതയുണ്ടായിരുന്നോ എന്ന് ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. അലി റളിയല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അതിന്റെ സ്വീകാര്യതയെക്കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം ഓതുന്ന ഒരു ആയത്തിന്റെ ഒരു ഭാഗം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുന്നത് എന്നാണ്. അപ്പോ ഞാനൊരു മുത്തഖി ആയിട്ടുണ്ടോ? അതും കൂടെ റമദാന്റെ ഭാഗമാണ്. റമദാനിൽ അല്ലെങ്കിൽ നോമ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ തക്കവയുള്ളവരായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ പ്രവർത്തനം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ആ സ്വീകാര്യത പ്രത്യേകം ശ്രദ്ധിക്കുകയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുകയും വേണമെന്നുള്ളതാണ്. ഇപ്പൊ കഅബ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ചെയ്യുന്നത് അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്നുള്ളൊരു പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് സ്വീകാര്യതയെ കുറിച്ചാണ്. യെസ്, അതിൽ ഇപ്പൊ ചില ആൾക്കാർ വിചാരണം ഇപ്പോ പാപമോചനം തേടാൻ വലിയ പാപങ്ങൾ ചെയ്യുന്നവരെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ആവശ്യമില്ല. പ്രവാചകൻ പാപങ്ങളെ ചെയ്യാത്ത ആളായിരുന്നു. ആ പ്രവാചകനാണ് നിരന്തരം പാപമോചനം തേടിയിരുന്നത്. അതേപോലെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കേണ്ടത് കർമ്മം അത്ര നന്നായി ചെയ്യാത്ത സമയത്ത്, നല്ല നീയത്തിൽ ചെയ്യാത്ത സമയത്ത് മാത്രമേ അത് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇബ്രാഹിം നബി ഇസ്ലാം പ്രാർത്ഥിക്കില്ലായിരുന്നു. കാരണം ഇബ്രാഹിം നബി ഇസ്ലാം അത്രയും തഖ്വയിൽ അത്രയും ഇഖ്ലാസിലാണ് കഅബ പണിതത്. എന്നിട്ടാണ് പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നുള്ളത്. അപ്പോൾ പാപമോചനം തേടാൻ തെറ്റുകൾ ചെയ്യാൻ കാത്തിരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നോട്ടബിൾ ആയ വലിയ തെറ്റുകൾ ചെയ്യാൻ കാത്തിരിക്കേണ്ടതില്ല എന്നതുപോലെ തന്നെ അപാകതകളുള്ള നന്മകൾ ചെയ്താൽ മാത്രമേ നന്മകൾ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ എന്നുമില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ നന്മകൾക്കും സ്വീകാര്യമാക്കാൻ, സ്വീകരിക്കാൻ, പ്രതിഫലാർഹമായി പരലോകത്ത് കാണിക്കാൻ, സ്വർഗം നൽകാൻ, അതൊരു കാരണമായി സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം മഗ്ഫിറത്തിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. എനിക്ക് മഗ്ഫിറത്ത് കിട്ടിയിട്ടുണ്ടാകും, എത്രത്തോളം ഞാൻ ചോദിച്ചു അതിനനുസരിച്ച് എനിക്ക് മഗ്ഫിറത്ത് കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നീട് തെറ്റുകളിലേക്ക് കൂടുതൽ പോകാതിരിക്കുക, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനും നന്മകളിലേക്ക് കൂടുതൽ അടുക്കാനും ഈ ഒരു സന്ദർഭത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു പെരുന്നാളിലേക്ക്, നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അവിടെ നന്മകളുടെ ധാരാളിത്തം നൽകുന്ന ഫിത്ർ സക്കാത്ത്, അതോടൊപ്പം തന്നെ കുടുംബ സന്ദർശനങ്ങൾ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ വെക്കുന്നുണ്ട്. അതോടൊപ്പം ഫിത്ർ സക്കാത്തിന് പുറമെ നമ്മൾ മറ്റുള്ള ധാരാളം കണക്കിന് സദഖകൾ നൽകുന്നുണ്ട്. അതിനുശേഷം സുന്നത്ത് നോമ്പുകൾ നമ്മൾ വീണ്ടും അധികരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നന്മകളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ നന്മകൾ ഒഴിവാക്കിയിട്ടുള്ള കാലഘട്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടും നന്മകളുടെ തുടർച്ചകൾ ഉണ്ടാകുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നന്മകൾ നമ്മളുടെ പതിവായി മാറുക. ഇപ്പോ പ്രത്യേകിച്ച് നമ്മൾ റമദാനിൽ തുടങ്ങിയ നന്മകൾ റമദാൻ 30-ന് അവസാനിപ്പിക്കേണ്ടതില്ല. അതേപോലെ റമദാനിനെ അവസാനിപ്പിച്ച തിന്മകൾ റമദാൻ 30-ന് തുടങ്ങേണ്ടതുമില്ല. അതിനല്ല റമദാൻ നൽകിയിട്ടുള്ളത്. ഇസ്ലാമിൽ എന്ത് കർമ്മത്തിനും ആ ഒരു സർക്കുലർ നേച്ചർ ഉണ്ട്. ഇപ്പോ നിസ്കാരം പടച്ചവൻ ഓർക്കാനാണെന്ന് പറയുന്നുണ്ട്. ആ ഓർക്കൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മാത്രമല്ല, അടുത്ത നിസ്കാരം വരെയാണ്. ആ നിസ്കാരം കൊണ്ട് പടച്ചവൻ ഓർത്തു, ശേഷം പടച്ചവൻ മറന്നു പോകുമ്പോഴേക്ക് അടുത്ത നിസ്കാരം വരും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അപ്പൊ ഓർമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അടുത്തടുത്ത് നിസ്കാരങ്ങൾ വെച്ചു. സുബഹി കഴിഞ്ഞു, പടച്ചവന്റെ ദിക്ർ പോകുമ്പോഴേക്ക് ളുഹർ വരും. അതിനുശേഷം ദിക്ർ പോകുമ്പോഴേക്ക് അസർ, മഗ്രിബ്, ഇശ അങ്ങനെ വരും. അതേപോലെ റമദാൻ എന്ന് പറഞ്ഞാൽ ശീലങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പൊ റമദാനിൽ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി, ആ ശീലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴേക്ക് അടുത്ത റമദാൻ വരണം. അത് പോകുമ്പോഴേക്കായിരിക്കും അടുത്ത റമദാൻ വരേണ്ടത്. നേരെ മനസ്സിൽ നമുക്ക് പറഞ്ഞാൽ ഷവ്വാലിൽ തന്നെ ആ ശീലങ്ങൾ പോയി പോവാണ്. അത് ഷവ്വാൽ നമ്മൾ വേണമെന്ന് വെച്ച് നിർത്തുകയാണ്. അപ്പൊ അങ്ങനെ നിർത്തേണ്ടതില്ല. നന്മകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. കുറച്ചാക്കിയിട്ട് ഇപ്പോ എന്നും നോമ്പെടുക്കുന്നത് നമുക്ക് ഒരാഴ്ചയിൽ 2 ദിവസം നോമ്പെടുക്കാൻ അല്ലെങ്കിൽ ആണ് റസൂലുള്ള പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അത് തുടർന്ന് കൊണ്ടുപോകുന്നത് പതിവായി വരുന്നത് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എന്നാണ്. അതും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു റമദാൻ മാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ സ്വയം ആലോചിക്കേണ്ടതാണ്, എൻ്റെ ഇതിലേക്ക് പതിവാക്കാവുന്ന നന്മകൾ ഏതെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? മുമ്പില്ലാതിരുന്ന പതിവാക്കാവുന്ന നന്മകൾ എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി പതിവാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോമ്പിനെ പറ്റി നമ്മൾ ഇതുവരെ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 2 ആഴ്ചകളിലെങ്കിലും ഞാൻ തിങ്കൾ വ്യാഴം സുന്നത്ത് നോമ്പുകൾ എടുക്കും. അല്ലെങ്കിൽ അയ്യാമുൽ ബീൽ എന്ന് പറയുന്ന 13, 14, 15 ദിവസം. അതിൽ വേറൊരു ഉദാഹരണം കൂടി പറയാൻ പറ്റും. ഇപ്പൊ റമദാനിൽ കൂടുതലായിട്ട് ഖത്തം തീർത്തിരുന്ന ആളുകൾ പിന്നീട് അത് തീരെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം
മുഴുവനായിട്ട് അത്ര റമദാനിൽ ഇരുന്ന അത്ര സമയം എനിക്ക് പറ്റൂല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഒരു പേജ് ഓതാൻ ഞാൻ എടുക്കുന്ന സമയം എത്ര ആയിരിക്കും? 3-4 മിനിറ്റ് ആണ്. ഈ 4 മിനിറ്റ് എനിക്ക് മാറ്റിവെക്കാൻ എല്ലാ ദിവസവും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു പേജ് ഓതുന്നതായിരിക്കും ഒരു ദിവസം 20 പേജ് ഓതിയാലാണല്ലോ ഖത്തം തീരുള്ളൂ. ആ 20ന്റെ ഭാഗത്ത് 4-1 5 പേജ് ആക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് 2 പേജ് ആക്കുക. അത് നമുക്ക് കഴിയും. കാരണം നമ്മൾ 20 പേജ് സ്ഥിരം ഓതിരുന്ന മനുഷ്യരാ. ആ മനുഷ്യനെ അടുത്ത ദിവസം 5 പേജാക്കാൻ നമ്മൾ സാധിക്കുന്ന വിഷയമാണ്. എന്നും നോമ്പെടുത്തിരുന്ന് നമുക്ക് ആഴ്ചയിൽ 2 ആക്കുന്നത് സാധ്യമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഖുർആനും പറ്റും. ഇനി രാത്രി നമസ്കാരം പറ്റും. 30 ദിവസം രാത്രി നമസ്കാരം നിസ്കരിച്ച് നമ്മള് ചവ്വാല് രാത്രി നമസ്കാരമേ ഇല്ലാത്ത ആളുകളായിട്ട് മാറാൻ പോവാണ്. അതിന്ന് മാറി 11 നിസ്കരിക്കണ്ട, 9 ആക്കാം, 7 ആക്കാം, 5 ആക്കാം, 3 ആക്കാം, എത്രയാണോ കഴിയുന്നത് അതിലേക്ക് ചുരുക്കാം. എന്നും അത്താഴത്ത് എഴുന്നേറ്റുന്ന ആളുകളാ. അതേ എഴുന്നേൽക്കൽ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഏപ്രിൽ മെയ് ഒക്കെ സമയത്തൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് സുബഹി നമസ്കാരത്തിന്റെ സമയം ഒന്നുകൂടി കുറച്ച് വൈകിട്ടാണ് വരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് കയറി വരുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ട എന്താ അറിയോ, നമ്മൾക്ക് നന്മകളുടെ ഒരു പ്ലാനിങ് ഈ സമയത്ത് ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ സമയം, എന്റെ ഉറക്കം ഒരു 5 മണിക്ക് എണീച്ചാൽ എനിക്ക് ഒരു വേള തഹജ്ജുദ് ലഭിക്കും പറ്റുന്നുള്ളൊരു അവസ്ഥ. നമുക്കത് 30 ദിവസം ശീലമായി കഴിഞ്ഞു. നമുക്കിനി 5:22 ഇപ്പോ കോഴിക്കോട് പ്രകാരം സമയം, ബാങ്കിന്റെ സമയം. 5:04 എഴുന്നേൽക്കണം നമ്മൾ മൊത്തത്തിൽ അത്താഴം കാര്യമാണ്. അത് വേണ്ട 5 മണിക്ക് അല്ലെങ്കിൽ 5:05 എഴുന്നേറ്റാലും ബാക്കി 17 മിനിറ്റ് ഉണ്ട്. അതിൽ 3 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും, സാധിക്കും. ശീലമായി കഴിഞ്ഞു നമുക്ക്. അതാണ് നമ്മൾ അത്താഴത്തിന്റെ ഒരു ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് എണീക്കുന്നത്. ആ ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു എന്നും എനിക്കൊരു തുടർച്ച കിട്ടി എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് പോകാണ്. അടുത്തൊരു ചിന്ത ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് ആലോചിക്കണം. നമ്മൾ തിരിച്ചു പോകാനുള്ള തടസ്സങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈ റമദാൻ അവസാനിക്കുന്ന ആ സമയത്ത് നമ്മളിലേക്ക് വന്നിട്ടുള്ള വാർത്തകളിൽ ഒന്ന് ഇലക്ഷന്റെ വാർത്തകളാണ്. തഖ്വ പൂർത്തീകരിക്കപ്പെടുന്നത് സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിലൂടെയാണ്. ഈമാനിന്റെ പൂർത്തീകരണം ഉണ്ടാവുന്നത് റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടവനാരാ, വഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളുടെ സ്വഭാവം നല്ലതായവനാണ്. അപ്പൊ ഈ റമദാനിലെ നല്ല സ്വഭാവമായിട്ട് റമദാനിൽ നിന്ന് ഏകദേശം മാർച്ച് 20 നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് പിന്നീട് ഏപ്രിൽ 9 വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ആകെ ചെറിയ ദിവസമാണ്. ഈ ദിവസത്തിന്റെ ഇടയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ അവിടെ നോമ്പിലുണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും ഒഴിവാക്കിയിട്ട് പിന്നീട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം മോശമായിട്ടല്ല, ഒരു പക്ക രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ റമദാൻ കൂടി ഒരു ഉപകാരം ഇല്ല എന്നാണ്. ഏത് മേഖലയിലേക്ക്, രാഷ്ട്രീയ ഏത് മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങും. കച്ചവടത്തിൽ റമദാനിൽ വളരെ നൈതികത പുലർത്തുന്ന ഒരാൾ കച്ചവടത്തിൽ റമദാൻ ശേഷം ചതി കാണിക്കുകയാണെങ്കിൽ ആ റമദാൻ കൊണ്ട് അവനൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോ ഏത് മേഖലയിലാണെങ്കിലും ആ റമദാനിന്റെ തുടർച്ച നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകം പെരുന്നാളിൻ്റെതായിട്ടുള്ള സുന്നത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവർ സന്ദർശിക്കുന്ന വിഷയമാണെങ്കിലും, അന്വേഷിക്കുന്ന വിഷയമാണെങ്കിലും, രോഗികളെ കാണുന്ന വിഷയമാണെങ്കിലും, സ്വതക്കകൾ കൊടുക്കുന്ന വിഷയമാണെങ്കിലും, ഇനി ഇപ്പോ സന്ദർശനം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പ്രത്യേകം ഓർക്കുന്നതാണ് പ്രവാസികളായിട്ടുള്ള കഴിയാതെ നിൽക്കുന്നുണ്ട്. നമ്മളുടെ രാജ്യവും തൊട്ടടുത്ത രാജ്യം പാകിസ്ഥാനായിട്ട് നടത്തുന്ന യുദ്ധം പോലും നമ്മുടെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. അത് അതിർത്തിയിലല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്ന് വേറെ 2-3 രാജ്യങ്ങൾ നടക്കുന്ന യുദ്ധം, ആ യുദ്ധം നമ്മളെ ബാധിക്കുകയാണ്, നമ്മളെ സഹോദരങ്ങളെ ബാധിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് പറയുന്നത് നമ്മളെ അടുക്കളനെ ബാധിക്കുകയാണ്. കാരണം പല രീതിയിലും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഉണ്ടാകേണ്ട ചിന്തകളിൽ ഒന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു അല്ലാതെ, അള്ളാഹുവിന്റെ ഒരു പിന്തുണയില്ലാതെ നമുക്കൊരു ശക്തിയും ഇല്ല എന്നുള്ളത് നമ്മൾ ഒന്നാമത് വിശ്വസിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹുൽ തവക്കുൽ അർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ സന്ദർഭത്തിൽ. പിന്നെ നമ്മളുടേതായിട്ടുള്ള ചിന്തകളിൽ വരേണ്ട ഒന്നാണ്, ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ മിതത്വം പാലിക്കണം. കാരണം പ്രവാസികളുടെ പണം കൊണ്ടാണ് നമ്മുടെ നാട് ഈ ഒരു രീതിയിൽ വലിയ ഉയർച്ചയിലെത്തുന്നത്. നമ്മുടെ ജീവിത നിലവാരം കൂടുന്നത് പ്രവാസികൾ നമുക്ക് നൽകിയിട്ടുള്ള പണത്തിന്റെ ഒരു രീതിയിലും കൂടി, അതിന്റെ ഒരു പിന്തുണ കൂടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഭാഗമായി നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ, മോശം വശങ്ങൾ എന്തെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാനുള്ള നല്ലൊരു സന്ദർഭം കൂടിയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതോടൊപ്പം അവർ ഓർക്കുക. കാരണം അവർ പ്രയാസമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴും മനസ്സിൽ ആശങ്ക ഉണ്ടാകും. കാരണം എൻ്റെ മനസ്സിൽ ആശങ്ക നാട്ടിലുള്ള ആളുകൾ അറിയിക്കണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതൊന്ന് അവർക്ക് പിന്തുണ നൽകുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മെസ്സേജിലോ അല്ലെങ്കിൽ വീഡിയോ കോളിലോ ഒരു 10 മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്ത് നമുക്കോട് ഒരുപാട് കാര്യങ്ങൾ ആഘോഷിക്കാനുള്ള സമയത്തും ഒരുപാട് ഇടപെടാനുള്ള സമയത്ത് നമ്മളവരെ ഓർക്കുന്നു എന്നുള്ളത്, അവരവിടെ ഒറ്റക്കാണ് പലപ്പോഴും പല ആളുകളും. അപ്പൊ ആ ഒറ്റക്ക് അവർ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് മനുഷ്യരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ ഓർക്കുക എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസമായിരിക്കും. കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് അൽഹംദുലില്ലാ ജീവന് പ്രയാസമൊന്നുമില്ല.
ജീവന് പ്രയാസമുള്ള, ഭീഷണിയില്ല, ബുദ്ധിമുട്ടില്ല, ഭക്ഷണമില്ലാത്ത, കിടപ്പാടമില്ലാത്ത, വസ്ത്രമില്ലാത്ത, നമ്മൾ നന്നായി വസ്ത്രം ധരിക്കുമ്പോൾ, കുടുംബങ്ങളോട് ഒരുമിച്ച് കൂടുമ്പോൾ, വീടകങ്ങൾക്കുള്ളിൽ സന്തോഷമായിട്ടിരിക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ഫലസ്തീനിൽ, ഇറാനിൽ, സിറിയയിൽ, ഉയ്ഗൂറിൽ, റോഹിംഗ്യയിൽ, അവിടെയൊക്കെ ഒരുപാട് സഹോദരങ്ങൾ ഇങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അവർ നമ്മൾ ഓർമ്മയിലുണ്ടാവണം, അവർ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അവരുടെ ജീവിതം സൗഖ്യത്തിലാവാൻ, അവർക്ക് ഈ അനുഭവിക്കുന്ന ഈ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾക്ക് കുറച്ചും പ്രതിഫലം കൊടുക്കാൻ, ക്ഷമ കൊടുക്കാൻ, വിജയം കൊടുക്കാൻ അള്ളാഹുവിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത്തരം ആളുകളെ കൂടി ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ പെരുന്നാളുകൾ. നമ്മൾ ഇവരെ ഓർത്ത് ആഘോഷം ഒഴിവാക്കുന്ന ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. ആഘോഷിക്കാം, അങ്ങനത്തെ പറയുന്ന മതമല്ല, അനുശോചനങ്ങളുടെ മതമല്ല. എന്തെങ്കിലും ചില മതങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും മരണം നടന്ന പിറ്റത്തെ വർഷം ആഘോഷം പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മതമല്ല ഇസ്ലാം. അനുശോചനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ത്യജിക്കേണ്ട, ഒഴിവാക്കേണ്ട മതമല്ല. നമുക്ക് ആഘോഷിക്കാം, ഇടപെടാം, സന്തോഷിക്കാം. പക്ഷെ അത് ഇവരെ മറന്നുകൊണ്ടാവരുത്, പ്രാർത്ഥനകൾ ഒഴിവാക്കിക്കൊണ്ടാവരുത് എന്നുള്ളതാണ് മൊത്തത്തിൽ സൂചിപ്പിക്കുക. പിന്നീട് ആരാധനകളിൽ ഒരിക്കലും അള്ളാഹിനെ കൈവിടാതിരിക്കുക, ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ള ബോധം ഉണ്ടാക്കുക. ഒരു ഹലാലും ഒരു ഹറാമും ഈ സമയത്ത് നമുക്ക് ഹലാലാകുന്നില്ല എന്നുള്ള ചിന്ത ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു വിശ്വാസിയാണ്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതുണ്ട്. നമ്മളുടെ ഒരു ആഘോഷം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനവും ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാതിരിക്കാനും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.